ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മളൊരു കുനാഫേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈദിന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇത് ഞാൻ കുനാഫ ഡോവ് എടുത്തിട്ടുണ്ട്. കുനാഫ ഡോവ് ചെറിയ ഒരു നൈസായിട്ടുള്ള ഒരു സെമിയനായിരിക്കും കേട്ടോ. നല്ല നൈസായിരിക്കും, ചെറിയ ഡോവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കടയിലും അവൈലബിൾ ആണ്. ഫ്രോസൺ കുനാഫയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും അത് എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായി കിട്ടും. ഇതുപോലെ അകത്തി നല്ല ചെറിയ പീസുകളാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ല പറ്റുന്ന അത്ര നമ്മൾ അകത്തി ശരിയാക്കണം കേട്ടോ. എന്നാലും നമ്മളത് കുനാഫ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അമൂലിൻ്റെ ഒരു 100 ഗ്രാം വേണ്ടി വരും കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ ഒരു കുനാഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഡോവാണ് ഇത്. അപ്പോൾ നമ്മൾ ഇത്ര പോകുന്നൊരു കുനാഫിൻ്റെ ഡോവ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ നേർപകുതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഈദല്ല, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 100 ഗ്രാം ബട്ടർ കറക്റ്റ് ആട്ടോ. ഇനി ഇത് നമുക്ക് ഉരുക്കിയിട്ട് ബട്ടറൊക്കെ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് വേണം ഉരുക്കിയെടുക്കാൻ. ഉരുക്കിയതിന് ശേഷം നമ്മൾ ഈ കുനാഫിൻ്റെ ഈ ഡോവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ കൈകൊണ്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ഇത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്കൊരു ക്രീമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഈ വീഡിയോ കുറച്ച് സ്പീഡിൽ തോന്നിക്കൂട്ടോ. ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യണതൊക്കെ ഞാൻ കുറച്ച് സ്പീഡായിട്ട് ആഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിക്കുന്നത്. നിങ്ങൾ സാവധാനം വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ഫ്രൈ പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബട്ടർ ഇതിൽ തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, നമ്മളെ ഡോവ്, ആ കുനാഫൻ്റെ ഡോവ് ഇതിൽ ഒരു 3/4 ഭാഗത്തോളം നമ്മളിതിൽ ഒരു ലെയറായിട്ട് വെക്കണം. പിന്നെ ബാക്കി നമ്മൾ അടുത്ത ഇതിൽ ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ആ ക്രീമിന് ശേഷം അതിന് മുകളിലേക്കാണ് പകുതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി പകുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം ഞാൻ എടുത്തിട്ട് നമ്മൾ ഈ ഡോവ് നമ്മൾ ഏതിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കുഴിഞ്ഞ പാത്രത്തിലാവുമ്പോൾ സെറ്റ് ചെയ്തിട്ടും എൻ്റെ അടുത്തിപ്പോൾ ഇവിടെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാനിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. നോൺ സ്റ്റിക്ക് ഈ പാത്രത്തിൽ തന്നെ മതി. നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഓവനോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇത് നല്ല പോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് എല്ലായിടത്തും ആയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ചുറ്റുഭാഗം ചെറുതായിട്ടൊന്നൊരു വക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഒരു റൗണ്ട് പോലെ ആക്കി, ഒരു റൗണ്ട് ഉണ്ടാക്കുമല്ലോ, കുറച്ച് കുഴിഞ്ഞിട്ട് ആയിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ഒരു റൗണ്ട് ആക്കി കൊടുക്കുക. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു ക്രീമിൻ്റെ ഒരു ഫില്ലിങ് വേണം. അപ്പോൾ ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പാലെടുത്തിട്ടുണ്ട്. 500 മില്ലി പാൽ നമ്മൾ എടുക്കേണ്ടത് ഇതിലേക്ക്. അപ്പോൾ ഞാൻ 200 മില്ലിൻ്റെ 2 പാക്കും പിന്നെ 200 മില്ലിന് പകുതി പാലും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളത് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാവും ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ചീസ് ആണ് കേട്ടോ. മൊസറല്ല ചീസ് തന്നെ ഉപയോഗിക്കണം. അതാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആവശ്യത്തിലധികം നിങ്ങൾക്ക് ആ ടേസ്റ്റിനനുസരിച്ച് മൊസറല്ല ചീസ് എടുക്കട്ടോ. ഞാൻ ഈ മൊസറല്ല ചീസ് കൂടുതൽ എടുക്കലുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ക്രീം വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. 2-3 സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോറിൻ്റെ പൊടിയാണ്. അത് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾ മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മൈദ ഇതേപോലെ ഒരു 3 സ്പൂൺ ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി.
ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിക്കേണ്ട, നല്ല അടികെട്ടുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ നമ്മളിത് ഈ ക്രീം ഉണ്ടാക്കാൻ നോക്കുക. കാരണം നമ്മളിത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ തീ ചെറിയ ഫ്ലെയിമിൽ വെക്കുവാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, പെട്ടെന്ന് കുക്കായി പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു തിക്നെസ് ആയാലും നമ്മളിതിൽ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ചെറിയ ചൂടിൽ നമുക്ക് ഈ കുനാഫൻ്റെ ഡോവിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഫില്ലിങ് എത്ര വേണമെന്നില്ല അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കറക്റ്റിൽ ആക്കിയിട്ട് ആ മേലത്തെ ഡോവിൻ്റെ മേലൊന്നും ആവാണ്ടാവണം. കാരണം ചീസ് നമ്മൾ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ പിന്നെ അത് പുറത്തേക്ക് ചൂടായ ശേഷം പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടി മൊസറല്ല ചീസ് ആഡ് ചെയ്ത് ശേഷം കുനാഫിൻ്റെ ഡോവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊസറല്ല ചീസ് നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് ചെറു ചൂടോടുക്കനെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഈ ചീസൊക്കെ ഉണ്ടായതുകൊണ്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് നമ്മൾ അടുപ്പത്ത് നിന്നെടുത്ത് കുറച്ച് കഴിഞ്ഞ് ചെറിയ ചൂടോടുക്കനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. തണുപ്പിച്ച് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ കേട്ടോ, മൊസറല്ല ചീസൊക്കെ ഇടുന്നതുകൊണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുനാഫൻ്റെ ബാക്കിയുള്ള ഡോവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. കാരണം അവിടെ പ്രസ് ചെയ്താലുള്ളൂ അത് ഒലിച്ചു പോവാണ്ടിരിക്കുക. പിന്നെ നടുഭാഗത്തൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. കാരണം ആ ഡോ മേലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ക്രീമൊന്നും കാണാത്ത വിധത്തിൽ നമ്മൾ ബാക്കിയുള്ള ഡോവൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ പാന് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ റിങ് ഇറക്കി വെച്ചിട്ട് ഈ പാത്രം അതിൽ ഇറക്കി വെച്ചിട്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇത് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 20 മിനിറ്റ്, അതായത് 20 മിനിറ്റ് നമ്മൾ എന്തായാലും ഇത് ബേക്ക് ചെയ്യാൻ സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കമഴ്ത്തിയിട്ട് പിന്നെ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ മറിച്ചിട്ട് വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഈ ഗോൾഡൻ ഓവറായിട്ട് കരിയാണ്ട് നമ്മൾ ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കിട്ടുന്ന സമയത്ത് നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിലേക്ക് വെള്ളം, പിന്നെ ഒരു ഏലക്കായി, കുറച്ച് റോസ് വാട്ടർ, നല്ല റോസ് വാട്ടർ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതൊരു അറബിക് റെസിപ്പി ആയതുകൊണ്ട് തന്നെ അവരിത് റോസ് വാട്ടർ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. പറ്റ ഇങ്ങോട്ട് കുറുകി എടുക്കുന്ന സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നമ്മളിത് തിളച്ച് അതിൻ്റെ ആ ഒരു ഒന്നങ്ങോട്ട് കളർ മാറുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ചൂടോടുക്കനെ തന്നെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈ വെള്ളം, ഈ പഞ്ചസാരപ്പാനി നമുക്ക് ഇതുപോലെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ റെസിപ്പി, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പെരുന്നാളിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അധികം നമുക്കൊരു റിസ്ക് ഇല്ലാത്തൊരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.